തിരുവോണ ദിനമായിട്ട് നമ്മുടെ സ്വിഗ്ഗിയിലെയും സൊമാറ്റോയിലെയും ചേട്ടന്മാരൊക്കെ തന്നെ തിരുവനന്തപുരത്തെ നിരത്തുകൾ സജീവമാണ്. വീടുകളിലേക്ക് ഓണസദ്യ എത്തിക്കുന്ന തിരക്കിലാണ് അവർ ഇന്നുള്ളത്. പക്ഷേ അവരുടെ ഓണം എങ്ങനെയാണെന്നാണ് നമുക്കറിയേണ്ടത്. എങ്ങനെയുണ്ട് കേട്ടോ നിങ്ങളുടെ ഓണാഘോഷമൊക്കെ നടക്കുന്നുണ്ടോ? അതിൻ്റെ ഇടയിൽ നമ്മുടെ ഓണാഘോഷം എന്ത് പറയാൻ, നമ്മളിത് കൊണ്ടു കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നുണ്ട്. അവർ ആ ഒരു ഓണം നമ്മൾ കൂടുന്നു, അത്രേ ഉള്ളൂ. ഇന്നപ്പോൾ പ്രധാനമായിട്ടും ഓണസദ്യയുടെ ഡെലിവറി ആണല്ലേ? ഓണസദ്യ എല്ലാം ഉണ്ട് ഡെലിവറി. ഇപ്പോൾ അതിപ്പോൾ സദ്യ കിട്ടിയത്. നേരത്തെയൊക്കെ ഓൺലൈൻ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ എല്ലാവരും വന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കുറവാണ്. ഈ ഡെലിവറി എങ്ങോട്ടാണ് ഈ സദ്യ? ഈ സദ്യ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശാസ്തമംഗലത്തോട്ടാണ്. ശാസ്തമംഗലത്തോട്ടാണ്. ഇപ്പോൾ എന്തായാലും ചേട്ടൻ ഇന്ന് രാവിലെ മുതൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ ഈ ഓണസദ്യയുടെ ഡെലിവറി കുറവാണെന്നാണ് ചേട്ടൻ പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ചേട്ടൻ്റെ യാത്ര ഒന്ന് നോക്കാം. കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് ഈ സദ്യ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്. ഇനി സന്തോഷമായിട്ട് എപ്പോഴാണ് സദ്യ കഴിക്കുന്നത്? ഓണമല്ലേ? നമുക്ക് സാധാരണ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ കഴിക്കുന്നത് ചിലപ്പോൾ 4 മണി 5 മണിയൊക്കെ ആവും ഫുഡ് കഴിക്കുമ്പോൾ. ഓണസദ്യ ആ സമയമാവും. ഓണസദ്യ ആ സമയമാവും. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കുറവാണ്. ഇത് ഓണ ദിവസമായാൽ പോലും അവർക്ക് ഇന്നത്തെ ദിവസത്തെ ഒരു വരുമാനം വീട്ടിലേക്ക് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന സമയമുണ്ട്. 3 മണി 4 മണിയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ സമയത്തായിരിക്കും ഇന്നും ഇദ്ദേഹം എന്തായാലും സദ്യ കഴിക്കുന്നത്. അനൂപിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.